മറ്റൊരു ദിവസം കൂടി വളരെ സന്തോഷത്തോടു കൂടി കടന്നു പോകുന്നു. നാളിതുവരെ കളി കാണാൻ പ്രേരിപ്പിച്ചവരുടെ മറ്റൊരു മികച്ച നിമിഷങ്ങൾ കൂടി മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എല്ലാം അവസാനിക്കാറായി എന്ന് എൻ്റെ മനസ്സിനെ ഞാൻ പലവട്ടം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം നമ്മുടെ രക്തസമ്മർദ്ദങ്ങളെ വീണ്ടും ചൂട് പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണവർ. ഈ പ്രപഞ്ചത്തിലെ വെറും അതിഥികളായ നമുക്ക് അവരുടെ ലൂപ്പിൽ ജീവിക്കാൻ സാധിച്ചത് തന്നെയല്ലേ ഏറ്റവും വലിയ ഭാഗ്യവും. ഈ മായിക ലോകത്തേക്കാൾ എന്താണ് സുന്ദരമായിട്ടുള്ളത്? അവർ ഇരുവരും പകർന്ന കാൽപന്ത് ഓർമ്മകളേക്കാൾ മികച്ചതായി എന്താണ് നമുക്കിനി ലഭിക്കാനുള്ളത്? എന്നാൽ ഇന്നും യാഥാർത്ഥ്യം മനസ്സിലാക്കാത്ത ചില വിവരദോഷികൾ വസിക്കുന്ന ലോകമാണിത്. അവർക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് പോലും ഇന്ന് നഷ്ടം വന്നിരിക്കുന്നു. അൽ നാസർ അൽ റിയാദ് മത്സരം 70 മിനിറ്റ് പിന്നിട്ട് കഴിയുമ്പോൾ അൽ നാസർ 4-1 ലീഡിൽ ഫീൽഡിൽ നിൽക്കുന്നുണ്ട്. എന്നാൽ ഗാലറിയിൽ റൊണോ വിരോധികളായ ചിലർ മെസ്സിയുടെ പേരുയർത്തി അയാളെ ബ്ലെയിം ചെയ്യുന്നു. എന്തൊരു നീചവും അരോചകരവും ബാലിഷവുമാണല്ലേ! ഇതൊന്നുമില്ലാതെ എന്ത് ഫുട്ബോളെന്ന് ചിന്തിക്കുന്നവരുണ്ടാകും. എന്നാൽ ഇവരൊന്നുമില്ലാതായാൽ എന്ത് ഫുട്ബോളെന്ന് ഒരു വട്ടമെങ്കിലും അവർ ഓർത്തു പോയിട്ടുണ്ടോ? അതുകൊണ്ട് തന്നെയാണ് അസമയമാണെങ്കിൽ പോലും പകിട്ട് കുറഞ്ഞെങ്കിലും എണ്ണങ്ങൾ മാത്രം ബാക്കിയുള്ള അവരുടെ മത്സരങ്ങൾ ഓരോന്നും കാണുവാനായി ഉറക്കം കളയുന്നതും. റൊണാൾഡോ ഇത് ആദ്യമായല്ല നേരിടുന്നത്. ഓരോ തവണയും അയാൾ അതിന് കൃത്യമായി മറുപടി നൽകുകയും ചെയ്യുന്നു. യൂറോപ്പിൻ്റെ രാത്രികളിൽ പലതവണ അതിന് സാക്ഷിയായിട്ടുമുണ്ട്. മാത്രമല്ല, ഈയടുത്ത് സൗദൻ പ്രോ ലീഗും അൽ ഹിലാലും ജർമ്മനിയും സ്പെയിനും വരെ അത് അനുഭവിച്ചറിഞ്ഞിരിക്കുന്നു. 40 വയസ്സ് പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇനി മുതൽ മുന്നിൽ ചുരുങ്ങിയ വർഷങ്ങൾ, ഏറിപ്പോയാൽ അടുത്ത വേൾഡ് കപ്പ് ഫിനിഷ് ചെയ്യും വരെ. ശേഷം 2 പവർ ഹൗസുകളും ബൂട്ടഴിക്കുമെന്ന് ഏറെ ഉറപ്പ്. മത്സരത്തിൻ്റെ 76-ാം മിനിറ്റിൽ ബ്രേസ് പൂർത്തിയാക്കിയതിനു ശേഷം ചാൻഡ് ഉയർത്തിയ ആരാധകർക്കെതിരെ കേൾക്കുന്നില്ല എന്നൊരു ആക്ഷൻ റൊണാൾഡോ കാണിക്കുന്നതാണ്. നിങ്ങളിത് അവസാനിപ്പിക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ എനിക്കുമില്ല എന്നർത്ഥത്തിൽ. ഇന്നോളം എതിർത്ത് നിന്നവരെയെല്ലാം തീർത്ത് കളഞ്ഞവനോടാണ് വീണ്ടും പരീക്ഷണമെന്ന് ഓർക്കേണ്ടതുണ്ട്. റൊണാൾഡോ ഭാരമായി കഴിഞ്ഞിരിക്കുന്നുവെന്ന് പലരും നിരന്തരം വാദിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ അതാണോ യാഥാർത്ഥ്യം? റോബർട്ടോ മാർട്ടിനസിനോട് പോർച്ചുഗൽ മാധ്യമങ്ങൾ ഒരു ചോദ്യമുയർത്തുന്നു. 40 വയസ്സുള്ള ഒരു താരത്തെ പരിഗണിക്കുമ്പോൾ ടീമിന് ഗുണം ചെയ്യുമോ എന്ന്. അത് മറ്റ് മികച്ച യുവതാരങ്ങളുടെ അവസരം നിഷേധിക്കും പോലെയാകില്ലേ എന്ന്. മറുപടി: മെറിറ്റാണ് എല്ലാം തീരുമാനിക്കുന്നത്. പെർഫോമൻസ് നിലനിർത്തുന്നവർ തന്നെയാണ് എന്നും പരിഗണിക്കപ്പെടുന്നതും. 40 വയസ്സ് പിന്നിട്ടിട്ടും അദ്ദേഹം തുടർന്ന സ്റ്റാറ്റസുകൾ തന്നെയാണ് പോർച്ചുഗൽ കുപ്പായത്തിലേക്ക് സ്ഥാനം നിർണ്ണയിക്കുന്നത്. അല്ലാതെ എക്സ്പീരിയൻസോ നെയിം കാർഡോ അല്ല. ഇന്നും അയാൾ മികച്ചത് തുറന്നുകൊണ്ടേയിരിക്കുന്നു. അതെ, റൊണാൾഡോ എന്നത് തോൽക്കാൻ മനസ്സിലാത്ത മനുഷ്യനാണ്. മുൻവിധിയോടും ജീവിതത്തോടും പ്രൊഫഷനോടും നിരന്തരം പോരടിക്കുന്നവൻ. തൻ്റെ സ്ഥിരതയ്ക്കായി കഠിനാധ്വാനം ചെയ്യുവാനും പ്രവർത്തിക്കുവാനും ശ്രമിക്കുന്നവൻ. സുഖങ്ങൾ പോലും ത്യജിക്കുന്നവൻ. അതാണ് 40 പിന്നിട്ട് കഴിഞ്ഞിട്ടും 28 വയസ്സുകാരനെ പോലെ കെട്ടടങ്ങാത്ത ആഴിയായി അയാൾ ഇന്നും ജ്വലിച്ചു നിൽക്കുന്നതും. കൂടിക്കളിച്ചവർക്കും തോളിൽ കൈയിട്ട് നടന്നവർക്കും അതേ പ്രായം പേറുന്നവർക്കും അതിൽ അസൂയ ഉണ്ടാകാം. എന്നാൽ അതൊന്നും അയാളുടെ രോമത്തിൽ പോലും ഏൽക്കുകയില്ല. നിരാചരകളെ കീഴ്പ്പെടുത്തിയ അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വെറും 49 മത്സരങ്ങളിൽ 39 യോഗ്യതാ ഗോളുകൾ നേടി പോർച്ചുഗൽ എന്ന കുഞ്ഞൻ രാജ്യത്തെ സ്വപ്നം കാണുവാൻ പോലും അർഹതയില്ലാത്തവരെ 6 തവണയാണ് വേൾഡ് കപ്പ് വേദിയിലേക്ക് അയാൾ എത്തിക്കുന്നത്. എങ്ങനെ? ഏറ്റവും കുറഞ്ഞ മാച്ചുകളിൽ നിന്നും. അതുതന്നെയാണ് പോർച്ചുഗൽ കുപ്പായം അണിയുവാൻ അയാൾക്കുള്ള ഏറ്റവും വലിയ യോഗ്യതയും. അതെ, അയാൾ അവസാനിച്ചിട്ടില്ല. അവസാനിപ്പിക്കുമ്പോൾ അയാൾ തന്നെ അറിയിക്കും. തൽക്കാലം ഒന്നും അവസാനിക്കുന്നില്ല.